കഥ ചൂരൽപ്പാടുകൾ. കഥാകൃത്ത് സ്നേഹജാൻ കുന്നുട്ടി. വായിക്കുന്നത് നസ്വീൻ നർഗീസ്. മോനെ മജു, എണീറ്റേ, നേരം വെളുത്തു, സ്കൂളിൽ പോകണ്ടേ? ഉമ്മയുടെ ആ സ്നേഹം നിറഞ്ഞ വിളി കേട്ടാണ് മജീദ് പതിവ് പോലെ കണ്ണു തുറന്നത്. പക്ഷേ ആ കണ്ണുകളിൽ പതിവുള്ള ഉന്മേഷമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുന്ന ഭാസ്കരൻ മാഷാണ്. മാഷ് ഇന്നലെ ഒരു പദ്യം കാണാതെ പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. മജീദ് എത്ര ശ്രമിച്ചാലും പദ്യമൊന്നും തലേ കയറില്ല. പഠിക്കാതെ ക്ലാസ്സിൽ കയറിയാൽ അടി ഉറപ്പാണ്. അതും കൃത്യം കാലിന്റെ തൊടയിൽ തന്നെ. ആ അടി ഒഴിവാക്കാൻ തലേ ദിവസം രാത്രി മജീദ് ഒരു സൂത്രം പ്രയോഗിച്ചിരുന്നു. രാത്രി കുളിച്ചിട്ട് തല തോർത്താതെ കിടന്നു. രാവിലെ ആകുമ്പോഴേക്കും നല്ല പനി പിടിക്കും. പിന്നെ 2 ദിവസത്തേക്ക് സ്കൂളിൽ പോകേണ്ടി വരില്ലല്ലോ എന്നായിരുന്നു അവന്റെ കണക്കുകൂട്ട്. പക്ഷെ കുളിച്ചു വന്നപാടെ ഉമ്മ പറഞ്ഞു, മോനെ, ആ തല നന്നായി തോർത്ത്, ഇല്ലെങ്കിൽ പനി പിടിക്കും എന്നും പറഞ്ഞ് ഉമ്മ തന്നെ തോർത്തുകൊണ്ട് അവന്റെ തല ശരിക്കും ഉണക്കി. അതോടെ അവന്റെ പ്ലാൻ ആകെ പാളി. ആ രാത്രി അവൻ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നേരം വെളുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ഉറങ്ങിയത്. അപ്പോഴായിരുന്നു ഉമ്മയുടെ വിളി വന്നത്. ഈ ഉമ്മ പറഞ്ഞ എല്ലാം കൊളായി, ഇല്ലെങ്കിൽ പനി പിടിച്ച് സുഖമായി കിടന്നേനെ എന്ന് യൂണിഫോം ഇടുന്നതിനിടെ അവൻ പിറുപിറുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയുമാണ് ഉമ്മ മേശപ്പുറത്ത് വെച്ചത്. പുട്ടിന് ഏത് കറിയാണെങ്കിലും പപ്പടം നിർബന്ധമുള്ള മജുവിന്റെ മുഖം വാടി. പക്ഷെ മകന്റെ മനസ്സറിയുന്ന ഉമ്മ അപ്പോഴേക്കും ചൂട് പപ്പടവുമായി എത്തി. വേഗം ചായ കുടിച്ച് അവൻ പുറത്തിറങ്ങി. അപ്പോഴാണ് അയൽപ്പക്കത്തെ റഷീദക്ക തന്റെ ഓട്ടോയുമായി ആ വഴി വന്നത്. ഓട്ടോയിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിലും പുറത്തും ലൈറ്റുകളും ബാസുള്ള സ്പീക്കറും ഒക്കെയാണ്. ആ ഓട്ടോ നോക്കി മജു കുറച്ചു നേരം നിന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് തോക്കണം, എന്നിട്ട് റഷീദക്കെ പോലെ ഒരു അടിപൊളി ഓട്ടോ എടുക്കണം. ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴേക്കും ബസ് വന്നു. ബസ്സിൽ കയറിയിരുന്നപ്പോഴും ഭാസ്കരൻ മാഷുടെ അടിയെ കുറിച്ചായിരുന്നു ചിന്ത. എന്താടാ, സ്വപ്നം കാണുകയാണോ? കാശെടുക്ക്. കണ്ടക്ടറുടെ ശബ്ദമാണ് അവന് സ്വപ്ന ലോകത്ത് നിന്ന് ഉണർത്തിയത്. ബസ്സിറങ്ങി സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ അവിടെ കൂട്ടുകാരായ ഹസനും ഷാജിയും മജുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മജു പതിയെ ചോദിച്ചു, എടാ, നമുക്കിന്ന് ക്ലാസ് കട്ട് ചെയ്താലോ? ഭാസ്കരൻ മാഷ് പദ്യം ചോദിക്കും. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞങ്ങളും പഠിച്ചിട്ടില്ലടാ. ഷാജി ഉടൻ സമ്മതം മൂളി. പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല. 3 പേരും കൂടെ പുതിയൊരു പ്ലാൻ ഇട്ടു. നമുക്ക് കുന്നംകുളം താവൂസ് തിയേറ്ററിൽ പോകാം. അവിടെ കമൽ ഹാസന്റെ തേവർ മകൻ സിനിമ കളിക്കുന്നുണ്ട്. ഭാസ്കർ മാഷുടെ അടയേക്കാൾ നല്ലത് കമൽ ഹാസന്റെ സിനിമയാണെന്ന് ഉറപ്പിച്ച് ആ 3 സംഘം താവൂസ് തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ചു. തുടരും.